എനിക്കൊന്നും പറയാല്ല. ഞാൻ വേറെ വാർഡിൽ മത്സരിക്കാൻ പോവാ. തോൽക്കേ ജയിക്കൊക്കെ ഉണ്ടാവും. തോറ്റാലും ജയിച്ചാലും ഞാൻ ഈ വാർഡ് മറക്കില്ല. എനിക്ക് എന്റെ അമ്മ എങ്ങനെയാണോ അതാണ് എനിക്ക് ഉപയോഗം. ഞാൻ CPM ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ ഒപ്പം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കും, എന്നെ വിളിക്കും. ഓരോ കാര്യത്തിനും ഞാൻ കയറി ചെന്ന ഒരു വീട്ടിൽ നിന്ന് ഇതുവരെ മാറി നിൽക്കുന്ന പറയേണ്ട ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അവിടുന്ന് ഭൂപ്പോഴും ഏത് കാര്യത്തിന് വിളിച്ചാലും അരുൺകുമാർ ഇവിടെ ഉണ്ടാവും. എന്റെ തെന്നാരിയിൽ നിർത്തുന്നതൊന്നുമില്ല. ഈ വാർഡ് എനിക്ക് അത്ര സ്നേഹം തന്നിട്ടുണ്ട്. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അത്ര പിന്തുണ ഉണ്ടായിട്ടുണ്ട്. എനിക്കിങ്ങനെ ഫേസ്ബുക്കിലിടുമ്പോ എന്റെ കൂട്ടുകാർ ചോദിക്കും ഉപയോഗമാർഗം അതെന്തായി ചോദിച്ചു. അത് പോകാൻ തോന്നില്ല. ഞാനൊരു സ്വീകരണത്തിന് ഞാൻ ആഗ്രഹിച്ചതാണ്. എനിക്ക് അങ്ങനെ പോകണമെന്ന് എഴുതിയാണ് പെട്ടെന്ന് വെച്ചിട്ട് ഈ പരിപാടി പറഞ്ഞത്. ഇതിലിരിക്കുന്നവരൊക്കെ പല കാര്യം വന്നു, പല രാഷ്ട്രീയക്കാരുണ്ടാവും. എനിക്ക് ഉറപ്പ് ഇതിന് മുമ്പിലിരിക്കുന്നവരെല്ലാവരും ഞാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയക്കാരാവില്ല. പക്ഷെ അവരുടെയൊക്കെ പിന്തുണ എനിക്കുണ്ട്. ആത്മാർത്ഥമായിട്ട് ഇവിടുന്ന് പോവുകയല്ല, വേറെ വാടിക്ക് മത്സരിക്കാൻ പോവാ. നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും എന്റെ കൂടെ ഉണ്ടാവണം. ഉമ്മ ഞാൻ വന്നു മുതൽ എന്റെ കുട്ടിക്കൊരു സർജറി ആയിട്ട് കിടക്കുമ്പോൾ ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു. ഉമ്മാനോട് പറഞ്ഞു എനിക്ക് വയ്യ, എന്റെ കുട്ടിക്ക് എങ്ങനെയാണ്. ഉമ്മ പറഞ്ഞു വന്നില്ലെങ്കിലും വേണ്ട രാജിവെക്കരുന്നതാണ്. അത്ര വലിയ പ്രശ്നം ചെയ്യാനായിട്ടുണ്ട്, പലർക്കും അറിയാം. അപ്പോ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ രാജിവെക്കലിനെ കൊണ്ട് കഴിയില്ല. അങ്ങനത്തെ പ്രശ്നത്തിനും ഇതൊപ്പം നിർത്തിയിട്ട് എന്റെ കൂടെ നിന്ന ആൾക്കാരാ. ഞാൻ മറക്കില്ല. ഞാൻ പറഞ്ഞൊന്നും നടത്താതെ പോയിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വാക്കുകൊണ്ട് എന്തെങ്കിലും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് വിഷമമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പടച്ചവൻ കൊടുത്തിട്ട് ക്ഷമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു മെമ്പറായാൽ എങ്ങനെയാവണം എന്ന് കാണിച്ചു തന്നൊരു സഹോദരൻ. ആ മെമ്പറും അവിടെയുള്ള ജനങ്ങളും പോകുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ആ സ്നേഹബന്ധം ആ ജനങ്ങൾക്ക് ആ മെമ്പറായ സമയത്ത് എത്രമാത്രം ഉപകാരിയാണെന്ന് ഈ ഒറ്റ നിമിഷത്തിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഇതിലൊക്കെ ഒരുപാട് ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവരുടെ ഉദ്ദേശം മറ്റൊന്നായിരിക്കും, എങ്ങനെ സമ്പാദിക്കാമെന്ന്. അല്ല ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വല്ലതും ചെയ്യണം എന്നുള്ളത് വളരെ കുറവായിരിക്കും കേട്ടോ. എല്ലാവരും അല്ല, എല്ലാവരുടെ ഉദ്ദേശം ഒന്ന് മാത്രമായിരിക്കും, പണം.